നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. നമ്മുടെ പാരൻസിന് എല്ലാം ഒരു കൺസേണാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫുഡ്സ് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കണം, ഏതൊക്കെ രീതിയിലുള്ള ഫുഡ്സ് ആയിരിക്കണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്ന കുറേ ഡൗട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 80% ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് 2 ഇയേഴ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലാണ്. ബാക്കിയുള്ളത് അപ് ടു 5 ഇയേഴ്സ് വരെയാണ്. അപ്പോൾ ഈ ഒരു 5 ഇയേഴ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് ടിപ്സൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 6 മന്ത്സ് മുതൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6 മന്ത്സ് വരെ ബ്രസ്റ്റ് മിൽക്കാണ്. സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കൊടുക്കുന്നത് റാഗിയിലാണ് തുടങ്ങുന്നത്. പതുക്കെ നമുക്കത് സെമി സോളിഡ് ആയിരിക്കും സ്റ്റാർട്ടിങ്, പിന്നീട് നമ്മൾ സോളിഡിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സോളിഡിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഫാമിലി പോട്ട് ഫുഡ് ആയിരിക്കണം അപ് ടു 1 ഇയർ വരെയും. കാരണം അപ്പോൾ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് അതുപോലെ പാക്ഡ് ഫുഡ്സ് ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ പറഞ്ഞു 2 ഇയേഴ്സ് വരെയാണ് കുഞ്ഞുങ്ങളുടെ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടമായിട്ടുള്ള കൊഴുപ്പടങ്ങിയതും പ്രോട്ടീൻ അടങ്ങിയതും കമ്പൈൻഡ് ആയിട്ടുള്ള ഫുഡ്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കാനും ആ ഫുഡ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തത് ഫുഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറയുന്നത് ബേക്കറി ഐറ്റംസ് ആണ്. നമുക്കറിയാം പണ്ടത്തൊക്കെ ബേക്കറി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിൽ കൂടുതലും ജാഗറി അങ്ങനത്തെ ശർക്കരയൊക്കെ ആയിരിക്കും ചേർക്കുന്നത്. ഇപ്പോഴത്തെ ബേക്കറി ഐറ്റംസിൽ കൂടുതലും ഈ സിറപ്സും കാര്യങ്ങളും കളേർഡ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇതൊക്കെ ആയിരിക്കും ചേർക്കുന്നത്. ഇത് തന്നെ കുഞ്ഞുങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള അട്രാക്ഷൻ അതിലോട്ട് തോന്നാനും അത് കൂടുതലായിട്ട് കഴിക്കാനുമുള്ള ടെൻഡൻസി അവർക്ക് കൂട്ടാനും സാധ്യതയുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഒഴിവാക്കേണ്ടത് ഈ ബേക്കറി ഐറ്റംസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് കോളാസ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ പരസ്യങ്ങളിൽ കൂടുതലും നമുക്ക് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകളുടെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ കുട്ടികൾ കൂടുതൽ അട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. മാത്രമല്ല ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ തന്നെ കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതൽ ഉള്ളതാണ്. സോ ഇതും കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് അത്ര നല്ലൊരു ഹെൽത്തി ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയല്ല. സോ ഈ കാർബണേറ്റഡ് അടങ്ങിയ ഡ്രിങ്ക്സുകളും നമ്മൾ ഒഴിവാക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് നൂഡിൽസ്. അത് നമുക്കറിയാം 1 മിനിറ്റ് കൊണ്ട് നമുക്ക് നൂഡിൽസ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ മിക്ക വീടുകളിലും പെട്ടെന്നുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് രാവിലെ ധൃതി വെച്ചിട്ട് ഒരു ഫുഡ് കൊടുക്കുക എന്ന് പറയുമ്പം കൂടുതലും ചില വീടുകളിൽ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള ചാൻസസും ഉണ്ട്. സോ ഇവരിത് കഴിക്കുകയും ആ നൂഡിൽസിലുള്ള ആ മസാല കണ്ടൻറ്റ് കുറച്ച് ചില കുഞ്ഞുങ്ങളിൽ അത് അഡിക്റ്റീവ് ആയിട്ട് കാണപ്പെടുകയും അതിൽ കൂടുതലും അട്രാക്റ്റീവ് തോന്നുകയും വീണ്ടും എഗെയിൻ ഇവർക്കത് വേണം എന്നുള്ളൊരു ടെൻഡൻസിയിലോട്ട് പോകാനുമുള്ള ചാൻസസ് ഉള്ളത് കൊണ്ടിട്ട് നൂഡിൽസ് നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതിലുള്ള കണ്ടൻറ്റ് അത്രയ്ക്ക് ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് അല്ല. നെക്സ്റ്റ് ഒന്ന് നമ്മൾ പറയുന്നത് ബിസ്ക്കറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നഴ്സറിയിലോ അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിലോ ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ വിടുന്ന സമയത്ത് സ്നാക്ക് ബോക്സിൽ പെട്ടെന്ന് എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ബിസ്ക്കറ്റ്സ്. അപ്പോൾ ബിസ്ക്കറ്റ്സും വെള്ളവും ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും കൊടുത്തു വിടുന്നത്. സോ ഇങ്ങനത്തെ ബിസ്ക്കറ്റിലുള്ളതും ട്രാൻസ്ഫാറ്റാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫാറ്റും കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നല്ല ഒരു ഹെൽത്തി ഫുഡായിട്ട് ഒരു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമായിട്ട് ഉള്ളതല്ല. സോ നമ്മൾ ഈ ബിസ്ക്കറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇപ്പം പലതരത്തിലുള്ള കുക്കീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ ആ രീതിയിൽ വേണ്ട പ്രോട്ടീൻസും അതുപോലെ തന്നെ കാഷ്യൂനട്ട്സ് അതിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാനും ചാൻസസ് ആണ്. മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും വേണ്ടത് വെറൈറ്റീസ് ആണ്. സോ വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കൊടുക്കാൻ പറ്റുന്ന ഫുഡ്, അപ്പോൾ എല്ലാവരും ചോദിക്കും മുട്ട ഡെയിലി കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ, കുഞ്ഞുങ്ങൾക്ക് എന്നും മുട്ട കൊടുത്താൽ അത് ചൂടല്ലേ, അതിലെന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ള കാര്യം. സോ മുട്ട ഡെയിലി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഡെയിലി ഒരു മുട്ട നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. 6 മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് മുട്ടയുടെ മഞ്ഞയാണ്, എഗ് യോക്കാണ് കൊടുക്കേണ്ടത്. പതുക്കെ
അങ്ങനെയുള്ളവർക്ക് നമുക്ക് എഗ് വൈറ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു മുട്ട ഡെയിലി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ്, ചില കുഞ്ഞുങ്ങൾ ഡയറക്റ്റ്ലി വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ക്യാരറ്റ് അല്ലെങ്കിൽ ബീറ്റ്റൂട്ട്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഡയറക്റ്റ്ലി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിച്ചു ഒന്നും വരില്ല. പക്ഷേ നമ്മൾ വേറെ രീതിയിൽ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. സോ ഇങ്ങനത്തെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇതൊക്കെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ട് ഇത് ഒരു പേസ്റ്റാക്കി നമ്മൾ ദോശമാവിൽ, ഇഡ്ഡലിമാവിൽ അങ്ങനെ നമ്മൾ മിക്സപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് പാറ്റേൺ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു വെജിറ്റബിളുള്ള എല്ലാ കണ്ടൻറ്റും ഇവർക്ക് കിട്ടുകയും ചെയ്യും. സോ ഈ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇവർക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡുകൾ വേണം നമ്മൾ കൂടുതലായിട്ടും ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കളറൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അതിലുള്ള കളർ തന്നെ, ക്യാരറ്റിൻ്റെ കളർ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കളറിൽ തന്നെ കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അത് കഴിവതും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ളമാകരുത്. നമ്മൾ വീട്ടിൽ തന്നെ പല രീതിയിലുള്ള ജ്യൂസസ്, ഫ്രഷ് ജ്യൂസസ് ഉണ്ടാക്കി കൊടുക്കാം. ആദ്യമേ നമ്മൾ പറയുന്നുണ്ട് 6 months തൊട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അധികമായിട്ട് സ്വീറ്റും അധികമായിട്ട് സോൾട്ടും നമ്മൾ കൊടുക്കരുതെന്നുള്ളത്. സോ ഇതിലെല്ലാം ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജ്യൂസസിലാണെങ്കിലും ചോക്ലേറ്റ്സിലാണെങ്കിലും കൂടുതലായിട്ട് ഹൈ ഷുഗർ കണ്ടൻ്റാണ് ഉള്ളത്. സോ ഈ ഒരു കണ്ടീഷനിൽ കുട്ടികൾ കൂടുതലായിട്ട് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസും ഒക്കെ കഴിച്ച് വളർന്ന് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊരു ഡിസോർഡർ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇതിലുള്ള ഷുഗർ കണ്ടൻറ്റ് അതിനൊരു വഴി ഒരുക്കുകയാണ്. സോ നമ്മൾ കഴിവതും നമുക്ക് ഉള്ള ഫുഡ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ പച്ചക്കറികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ ഫ്രഷ് ജ്യൂസ് ആയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഷുഗർ കണ്ടൻറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അതിൽ തന്നെ ഷുഗർ ഉള്ളതാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഉള്ളതാണ്. സോ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്തൊക്കെ ഫുഡ്സ് കൊടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നതിനെ പറ്റിയിട്ട് ഞാനിവിടെ ഒന്ന് പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.